ഹായ് എവരിവൺ, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന മെഡിറ്റേഷനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ്റെ ഗുണങ്ങളും മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടൊരു എക്സ്പെരിമെൻറ്റ് അമേരിക്കയിൽ നടന്നിരുന്നു. 1993 വാഷിങ്ടൺ DC-യിൽ. അന്നത്തെ കാലത്ത് ക്രൈം റേറ്റ് കൂടി നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് തീരുമാനിക്കുകയാണ്, ഒരു 4000 ആളുകളെ ഒരുമിച്ചിരുത്തി മെഡിറ്റേഷൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുമിച്ചിരുത്തി 2 മുതൽ 4 മണിക്കൂർ വരെയാണ് മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ചത്. അത് 6 ആഴ്ചയോളം നീണ്ടിരുന്നു. ദിവസവും 6 ആഴ്ച വരെ നീണ്ടിരുന്നു. അതിനുശേഷം അവർ ക്രൈം റേറ്റ് നോട്ട് ചെയ്തു. 23% ക്രൈം റേറ്റ് കുറയ്ക്കാൻ സാധിച്ചെന്നാണ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തു. ഈ ഒരു എക്സ്പെരിമെൻറ്റ് പല വർഷങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. യുദ്ധം വരെ ഒഴിവാക്കാൻ വരെ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഗൗതം ബുദ്ധ മരത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ സയൻസ് എന്താണെന്ന്. അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ പ്രപഞ്ചത്തിനും അദ്ദേഹത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിനും ലഭിക്കുമെന്നും അറിയാമായിരുന്നു. മെഡിറ്റേഷൻ നമുക്ക് ഇൻഡിവിജ്വലി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും, നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും, നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടൊരു പ്ലേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കസേരയിലിരിക്കാം, അല്ലെങ്കിൽ ബെഡിലിരിക്കാം. നിങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാക്ക് സ്പൈൻ, നടുവ് നേരെ ആയിരിക്കണം. നടുവ് വളയാൻ പാടില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചതിന് ശേഷം കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വരും. അത് നാച്ചുറലാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചിന്തകളൊക്കെ ആയിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാം, നിങ്ങളുടെ മൂക്കിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്സിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി സാധാരണ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലേക്ക് വേറൊരു ചിന്തകൾ കടന്നു വരാൻ പാടില്ല, മനസ്സ് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നാച്ചുറലി നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ കടന്നു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൺഷ്യസ്ലി നിങ്ങളുടെ ബോധപൂർവ്വം നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്കോ ബോഡി പാർട്സിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നിങ്ങൾ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, അല്ലെങ്കിൽ തുടക്കക്കാരെന്ന രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് വരും. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറടിക്കും, ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് 2 മിനിറ്റത്തേക്ക് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ശീലമായി കഴിഞ്ഞാൽ പതുക്കെ ഈ 2 മിനിറ്റ് എന്നുള്ളത് 5 മിനിറ്റ് ആക്കുക, പിന്നെ 10 മിനിറ്റ് ആക്കുക. അപ്പോൾ ഒരു ഹാബിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 20 മിനിറ്റ് എന്നുള്ളത് നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിയുമ്പോഴത്തേക്കും. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടൈമറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കണ്ണ് തുറക്കും, ഓട്ടോമാറ്റിക്കലി ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യും, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നിങ്ങൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ മെഡിറ്റേഷനിലൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.